കളമശ്ശേരിയിൽ ഇതുപോലുള്ള ഒരു പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ എയർഹോണുകൾ നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിന്റെ തുടർച്ച തന്നെ കൊച്ചി നഗരത്തിലേക്ക് വരുന്ന അന്യ സംസ്ഥാന വാഹനങ്ങൾ കൂടിയും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് നിരോധിക്കപ്പെട്ട ഈ എയർഹോണുകൾ പിടിച്ചെടുത്തത്. ഉയർന്ന ഡെസിമൽ വളരെ ഉയർന്ന ഒരു ശബ്ദം പുറപ്പെടുവിക്കുക, വലിയ രീതിയിലേക്ക് ഇത് ചുറ്റുപാടുകൾക്ക് അലവസരമുണ്ടാക്കുക, ശല്യമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇത് കർശനമായി നിരോധിച്ചതാണ്. പക്ഷേ നടപടികളില്ലായിരുന്നു. ഇത് ഈ ഒരു പരിശോധനകൾ നീണ്ടു പോകുന്നു എന്നല്ലാതെ മറ്റു രീതിയിലേക്ക് ഒരു നടപടികളില്ലായിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടി കർശനമാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് പ്രകാരം വരുന്നത്. എയർഹോണുകൾ പിടിച്ചെടുത്ത് അത് ഇതിനെതിരെ ഒരു കർശന നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുക, എല്ലാവരെയും തന്നെ ചുറ്റുപാടുകളെ ബോധ്യപ്പെടുത്തുക എന്നതെല്ലാം തന്നെ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത് പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ അനധികൃത എയർഹോൺ പിടിച്ചെടുത്തിട്ട് ഒപ്പം പരസ്യമായി ഇത് നശിപ്പിക്കുന്ന റോഡ് റോളറുകളെല്ലാം കയറ്റി ഇത് പരസ്യമായി നശിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ ഒരു ശക്തമായ നടപടി, നിയമലംഘനത്തിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുക, ഈ രീതിയിലേക്ക് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ കളമശ്ശേരിയിലും സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. കളമശ്ശേരിയിൽ പിടിച്ചെടുത്ത ഈ എയർഹോണുകളടക്കം അവിടെ പൊതുവായിട്ട് ആളുകളെ കാണിച്ചുകൊണ്ട് തന്നെ നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് എറണാകുളം കമ്മട്ടിപ്പാടത്തിന് സമീപം ഇതേപോലെ പിടിച്ചെടുത്ത എയർഹോണുകൾ, നൂറുകണക്കിന് എയർഹോണുകളുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുമ്പോൾ ഇതിന്റെ എണ്ണം വലുതാണ്. നഗരത്തിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ, പലവിധമായ വാഹനങ്ങൾ, ഒപ്പം തന്നെയും നഗരത്തിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിൽ പെടുന്നു. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നെല്ലാം തന്നെ പിടിച്ചെടുത്ത എയർഹോണുകളാണ് ഇവിടെ ഇപ്പോൾ നിരത്തിയിട്ടിരിക്കുന്നത്. ഈ ശബ്ദ മലിനീകരണം വലിയ തോതിലേക്ക് കടന്നു വരുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്കെല്ലാം വരുമ്പോൾ കർശന നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റോഡ് റോളർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതിന് പകരം ഈ JCB അതിൻ്റെ ഒരു റോളർ സംവിധാനം ഘടിപ്പിച്ചുകൊണ്ട് അത് ഇവിടേക്ക് കൊണ്ടുവരിക, അതിനുശേഷം ഇത് നശിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരിയിൽ സമാനമായ രീതിയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ ചെയ്തിരുന്നു. അവിടെയും അത്തരം കാര്യങ്ങൾ നടത്തുകയും അത് പൊതുവായിട്ട് ചിത്രങ്ങളടക്കം പുറത്തുവിടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. കാരണം കർശന നടപടികൾ ഇതിലുണ്ടാകും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് നമ്മൾ കാണുന്നത്. JCBയുടെ മണ്ണ് മാന്തുന്ന ആ ഭാഗം മാറ്റിക്കൊണ്ട് ഒപ്പം അവിടെ ഈ റോളർ സംവിധാനം ഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉരുട്ടി ഇല്ലാതാക്കുക എന്നതാണ് അതിന്റെ ഒരു തുമ്പിക്കൈ പോലെ. JCBയുടെ മുൻഭാഗത്തുള്ള ആ മണ്ണ് മാന്തുന്ന ആ ഭാഗം അത് മാറ്റിയിട്ട് അതിന് പകരം അവിടെ ഒരു റോളിംഗ് സംവിധാനമുള്ള ഇത് കൊണ്ടുവരിക. അതിനുശേഷം നേരെ JCB അവിടേക്ക് എത്തിക്കുകയും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് പൊടിച്ച് ഇല്ലാതാക്കുക. ഇത് വേറൊന്നുമല്ല, ഇതൊരു അവബോധം പബ്ലിക്കിന് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഈ രീതിയിൽ വരുന്നതോടുകൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടികളിലേക്ക് കടക്കും. വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം ശബ്ദ മലിനീകരണം അത് ഒരു എല്ലാവിധ സീമകളും ലംഘിക്കുന്നു എന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. നിരവധിയായ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ വ്യാപകമായ പരിശോധന, നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ അന്യസംസ്ഥാന വാഹനങ്ങൾ കൂടിയാണെങ്കിൽ ഇവിടെയെല്ലാം തന്നെ അവരെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു നടപടികളിലേക്കടക്കം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ പുതിയ ഒരു ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ കൃത്യമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരിയിൽ സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും പരിശോധനകൾ തുടർന്ന് കൂടുതൽ എയർഹോണുകൾ അടക്കം പിടിച്ചെടുത്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാം വട്ട പരിശോധന. കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എയർഹോൺ നശിപ്പിച്ചതിന് ശേഷം വീണ്ടും പരിശോധനകളിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന രണ്ടാം വട്ട പരിശോധനയിലാണ് ഇത്രയ്ക്കധികം എയർഹോണുകൾ ഇവിടെ നിന്ന് പിടികൂടുകയും ചെയ്തത്. ഇതിനുശേഷം ഇത് നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. നേരത്തെ നൽകിയ ഉത്തരവ് പ്രകാരം തന്നെ
കർശന നടപടികൾ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ ഇത് പ്രദർശിപ്പിക്കുക, ഒപ്പം മാധ്യമങ്ങളെ അടക്കം വിളിക്കുക. ഇതിൽ അത് പൊതുവിലേക്ക്, പബ്ലിക്കിന്, പൊതുസമൂഹത്തിന് ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ ക്രമീകരിക്കുക. കാരണം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതിന് ശേഷം അത് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുക. ഇതിന്റെ ഒരു നിയന്ത്രണം കൃത്യമായി നഗരത്തിലുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. പിടിച്ചെടുത്ത ഈ എയർ ഹോണുകൾ അടക്കം അത് പൂർണ്ണമായും തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് നശിപ്പിക്കുക മാത്രമല്ല, ഈ വാഹന ഉടമകൾ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ, മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള, അതിന്റെ ചട്ടപ്പടി പ്രകാരമുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിലേക്ക് കർശനമായ രീതിയിൽ ഇത് നിയമം നടപ്പാക്കുക എന്നത്. നമുക്ക് ഇതൊരു നടാടെയുള്ളൊരു സംഭവമാണ്. കാരണം ഇതുപോലെ ഇപ്പോൾ പിടിച്ചെടുക്കുക ഇതെല്ലാം തന്നെ നേരത്തെയും തന്നെ ഉണ്ടായിരുന്നു, എയർ ഹോണുകൾ പിടിച്ചെടുക്കുക. പക്ഷെ അത് ഇത്ര കർശനമാക്കി മുന്നോട്ട് പോയിരുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. പോയിരുന്നില്ല എന്നത് മാത്രമല്ല, ഇതേപോലെ ഇത് ഒരു പൊതുസ്ഥലത്ത് ഇതുപോലെ പ്രദർശിപ്പിച്ചു വെച്ചുകൊണ്ട് ഇത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കമൊന്നും ആ കാര്യങ്ങൾ പോയിരുന്നില്ല എന്നതാണ്. ഏതായാലും അതിലൊരു നടപടി അടക്കം വന്നിരിക്കുന്നു എന്നതാണ്. വീണ്ടും പിടിപ്പിച്ചാൽ നമ്മൾ ഡ്രൈവ് തുടരേണ്ടതല്ലേ? അല്ല, വീണ്ടും ഇത് പിടിപ്പിക്കാമല്ല, അവർക്ക് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ അസംബ്ലി വെച്ച് പിടിപ്പിക്കേണ്ടി വരും. വേറെ അസംബ്ലി ഭാഗത്തും വലിയ വിമർശനം ഈ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടോ? എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അവർക്ക് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം എയർ ഹോണ് റോട്ടിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ മാറിത്തരുന്നില്ല. അതുകൊണ്ടാണ് ഈ റോഡ് റോളറൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടിയോ? കുറച്ച് ഇല്ലില്ല, അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ നടപടികൾ തുടരും. കാരണം ഇത് അയച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാലോ. റോഡ് റോളറുമായി കണക്കുകളിൽ അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓഫീസിൽ നിന്ന് ലഭ്യമാകും. അല്ല, അത് ആർ ടി ഒ ലഭ്യമാക്കും. സ്വകാര്യ ബസ്സുകളിലാണോ കൂടുതൽ വരുന്നത്? ഇല്ല, സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പൊ കൂടുതലായിട്ടും കാണുന്നത്. അതെ, കൂടുതലായിട്ടും. നമ്മുടെ കേരള വാഹനങ്ങളിൽ വളരെ കുറവായിരുന്നു, അന്യ സംസ്ഥാന വാഹനങ്ങളിലായിരുന്നു ഇത് കൂടുതലായിട്ട് ആയിരുന്നു കൂടുതൽ. കേരളത്തിൽ ഉപയോഗിക്കില്ല, പുറത്തെ ഉപയോഗിക്കും അവർ പറയുന്നതല്ലേ? അതുകൊണ്ടായിരിക്കാം. കാരണം അത് ഏതായാലും അദ്ദേഹം പറഞ്ഞത്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഇത് കേരളത്തിൽ കുറച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് അറിയാം, അങ്ങനെ ആളുകൾക്ക് മനസ്സിലാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിലാണ് കൂടുതലായിട്ടും ഇതുള്ളത്. ഇപ്പോൾ അതിന്റെ റോളർ, ഈ JCBയുടെ റോളർ, അത് ഇപ്പോൾ പിടിച്ചെടുത്ത എയർ ഹോണുകൾക്ക് മുകളിലേക്ക് ചെല്ലുകയാണ്. ഇത് നശിപ്പിക്കുക, കൃത്യമായിട്ട് പബ്ലിക്കിന് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം ഇത്തരം ഒരു നടപടികളൊന്നും നമുക്ക് അങ്ങനെ കണ്ട ശീലമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതൊരു പുതുമയുള്ളത് ആണ് ഈ ശിക്ഷ നടപ്പാക്കുക. അത് നോക്കുക, എയർ ഹോണുകൾ ഞെരിച്ച അതിന്റെ റോളർ നീങ്ങുന്നു. അത് പൂർണ്ണമായും അത് പൊടിച്ച് നീക്കുക എന്നത് തന്നെയാണ് നേരത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ. ഇത് ആളുകൾക്ക് അറിയാം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നത്, പക്ഷെ അത് കർശനമായി നടപ്പാക്കുന്നു, ആ നിയമം നടപ്പാക്കുന്നു എന്നതുകൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നതുകൂടി അതിന്റെ ഒരു അനിവാര്യതയാണ്. ഏതാണ്ട് സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ പലതിലും, ഒരുപക്ഷെ ചിലതിലെങ്കിലും ഇത് ഉണ്ട്, പക്ഷെ അവർക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയാം. ചിലർ പറയുന്നു ഇത് സംസ്ഥാനത്ത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നു, പുറത്ത് പോകുമ്പോൾ മാത്രമായിരിക്കും തങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ അത് സാധിക്കുകയില്ല. ഇവിടെ ഈ സംസ്ഥാനത്ത് വാഹനം ഓടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അത് കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളുള്ളത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയത് അതിന്റെ ഒരു വട്ടം കഴിഞ്ഞിരിക്കുന്നു. അത് കളമശ്ശേരിയിൽ വെച്ച് ഒരു വട്ടം ഇതെല്ലാം തന്നെ പൊടിച്ചു കൂട്ടിയിരുന്നു. ഇതിന്റെ അടുത്ത ഘട്ടമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും പരിശോധന തുടർന്ന് കൂടുതലും ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇത്തവണ കൂടുതൽ ഇതിലേക്ക് പിടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോൾ പിടിച്ചെടുത്തത് ഇവിടെ കമ്മട്ടിപ്പാടത്തിന് സമീപം അത് നശിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നത് പോലെ റോളർ കയറ്റി അത് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് തന്നെയും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിന് കർശനമായിട്ട് അത് നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കർശനമായി നടപ്പാക്കുന്നു. ഇതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും
ഇത്തരമൊരു ഈ ഒരു നിയമം നടപ്പാക്കൽ ഇത് നമ്മൾ ആദ്യം കാണുന്നു. ഏതായാലും അത് നടപ്പാക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എയർ ഹോൺ ഒരു കാരണവശാലും സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കൃത്യമായും അവരത് പറയുന്നു. ഇത് നിയമം ഈ രീതിയിൽ നടപ്പാക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അത് ആ രീതിയിൽ തന്നെ തങ്ങളത് നടപ്പാക്കുന്നു. ഇവിടേക്ക് വന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വാഹനങ്ങളടക്കം പ്രത്യേകിച്ച് ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളുമാണ് കൂടുതലായിട്ട് തന്നെ ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്നെല്ലാം തന്നെ ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിടിച്ചെടുത്തത് ഇനിയിപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നശിപ്പിച്ചു കഴിഞ്ഞത് വാരി അത് നീക്കം ചെയ്യുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇനി മോട്ടോർ വാഹന വകുപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, മറ്റ് മാധ്യമങ്ങൾക്കടക്കം നൽകുന്നുണ്ട്. കൃത്യമായും ഈ നിയമം നടപ്പാക്കുന്നു. അത് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയുകയില്ല എന്നതെല്ലാം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവിടെ പിടിച്ചെടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകൾ 2 ദിവസത്തിലധികം നടത്തിയ ഡ്രൈവുകൾ ഉണ്ടായിരുന്നു. ആ ഡ്രൈവിൽ പിടിച്ചെടുത്ത എയർഫോണുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാം വട്ടം അത് കളമശ്ശേരിയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിപ്പോൾ രണ്ടാം ട്രയലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലിപ്പോൾ കമ്മട്ടിപ്പാടത്തിന് സമീപം കൂട്ടിയിരുന്ന അവിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും ഇവിടെ ഇതെല്ലാം തന്നെ പ്രദർശിപ്പിച്ച ശേഷം ഇത് ഇവിടെ പബ്ലിക് പൊതു ആൾക്കാരും ഇവിടെ ചുറ്റുപാടുകളുമുള്ളവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് അവർക്ക് മുന്നിൽ ഇത് നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സമീപനം, കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നതെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ ഇനി എന്താ അടുത്ത നടപടി എന്നുള്ള രീതിയിൽ ഇത് സ്ക്രാപ്പെല്ലാം നമ്മൾ എടുത്തിട്ട് പോകും. കൂടുതലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ കൃത്യമായി സംസ്കരിക്കാനുള്ള നടപടികളടക്കം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിത് ആദ്യമായാണ് ഇങ്ങനെ ഈ രീതിയിൽ ഒരു നിയമം നടപ്പാക്കുന്നതടക്കം നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ പിടിച്ചെടുത്ത എയർഫോണുകളടക്കം നശിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായും അത് പൊടിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ്.